ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തംബ്നെയിൽ കണ്ട പോലെ തന്നെ എൻ്റെ ടേബിളിൻ്റെ ചെറിയൊരു മേക്ക് ഓവറാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതൊരു പഴയ ടേബിളാണ്, ഞാൻ എൻ്റെ ക്രാഫ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടേബിളാണ്. അപ്പോൾ ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പേപ്പർ കട്ട് ചെയ്തും പെയിൻറ്റ് അടിക്കുമ്പോഴൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങളും പിന്നെ പേപ്പർ കട്ട് ചെയ്യുമ്പോഴുള്ള മാർക്കുകളൊക്കെ ഈ ടേബിളിലുണ്ട്. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ ചൂസ് ചെയ്തത് ആമസോണിൽ നിന്ന് ഒരു വൈറ്റ് ഗ്ലോസി വാൾപേപ്പറാണ്. പക്ഷേ ഈ വാൾപേപ്പറിന് നീളം ഉണ്ടെങ്കിലും വീതി വളരെ കുറവായിരുന്നു. എൻ്റെ ടേബിളിനേക്കാൾ വീതി കുറവായിരുന്നു ഈ ഷീറ്റിന്. ആദ്യം തന്നെ ഞാൻ ടേബിളിൻ്റെ നീളത്തിനനുസരിച്ച് ഷീറ്റ് കട്ട് ചെയ്തെടുത്തു. ഈ വാൾപേപ്പർ ഒരു സ്റ്റിക്കർ ടൈപ്പാണ്, സോ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഒട്ടിച്ചെടുക്കുമ്പോൾ കുറച്ചൊന്ന് കെയർഫുൾ ആയിരിക്കുക, ഭയങ്കര പേഷ്യൻസ് ആയിരിക്കുക, ക്ഷമയോട് കൂടിയിട്ട് ഒട്ടിക്കുക. അത് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം ബാക്കി ഭാഗം മെല്ലെ 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 നമ്മൾ അമർത്തി കൊടുത്തിട്ട് വൃത്തിയിൽ താഴത്തായ സ്റ്റിക്കറിൻ്റെ പോർഷൻ മെല്ലെ വലിച്ചെടുക്കുക. നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും ടൂൾ ഉണ്ടെങ്കിൽ നല്ല അമർത്തി കൊടുത്താൽ നല്ല വൃത്തിയിൽ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ടേബിളിൻ്റെ ബാക്കി ഭാഗവും ബാക്കി വന്ന ഷീറ്റും കൊണ്ട് തന്നെ ഞാൻ ഒട്ടിച്ചെടുത്തു. കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല റിസൾട്ടാണ്, നല്ല വൃത്തിയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഷീറ്റിൽ വെള്ളം മറിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കറയായാലോ തുടച്ച് മാറ്റാമെന്നാണ് അതിൽ പറയുന്നത്. വലിയ കുഴപ്പമൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ കയ്യിൽ ബാക്കി വരുന്ന ഒരു ഇത്തിരി ഷീറ്റും ഉണ്ടായിരുന്നു, അത് ഞാൻ ഈ ഷെൽഫിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുത്തു. ബാക്കിയുള്ള ഭാഗം ഞാൻ വൈറ്റ് ഇനാമൽ പെയിൻറ്റ് കൊണ്ടാണ് പെയിൻറ്റ് ചെയ്തെടുത്തത്. ഈ ഷീറ്റ് ഇത്ര ഒട്ടിക്കുമ്പോഴത്തേക്ക് തീർന്നു വരുന്നു. ഈ ടേബിളിന് പുറമെ എനിക്ക് വേറൊരു ടേബിളും കൂടി ഉണ്ടായിരുന്നു, അതും ഇതുപോലെ വളരെ ബോറായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ചേഞ്ച് ആക്കാൻ വിചാരിച്ചു. പക്ഷേ വാൾപേപ്പർ എൻ്റെ കയ്യിൽ ഉള്ളത് തീർന്നു പോയിരുന്നു. പക്ഷെ അതിന് പകരം വാൾപേപ്പറിൻ്റെ ബാക്കിലുള്ള സ്റ്റിക്കർ പറിച്ചെടുത്തില്ലേ, അതിൻ്റെ ബാക്കിലുള്ള ഷീറ്റ് കുറച്ച് നല്ല ഷീറ്റാണെന്ന് എനിക്ക് തോന്നി. കുറച്ച് ഗ്ലോസി ടൈപ്പായിട്ടുള്ള നല്ല ഷീറ്റാണെന്ന് എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ അതാണ് ഈ ടേബിളിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്.
ബാക്കിയുള്ള ഭാഗം വൈറ്റ് ഇനാമൽ പെയിൻറ് കൊണ്ട് തന്നെ മറ്റേ ടേബിളിന് ചെയ്ത പോലെ തന്നെ ഇതിനും ചെയ്തു കൊടുത്തു. ഇതാണ് ഫൈനൽ ലുക്ക് ഓഫ് മൈ ടേബിൾ. പിന്നെ എൻ്റെ ടേബിൾ ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.